രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതും ദേശീയപാത വികസനവും നിക്ഷേപം ആകർഷിക്കാൻ നടത്തിയ ഇടപെടലുകളാണ് നാളെ 4 വർഷം തികയ്ക്കുന്ന സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങൾ. എന്നാൽ വന്യജീവി ആക്രമണത്തിന് പരിഹാരമില്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കാലത്ത് കോടികൾ ചെലവിട്ട് നടത്തുന്ന ധൂർത്തുമാണ് സർക്കാരിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനങ്ങൾ. ഭരണ തുടർച്ചയെന്ന ചരിത്ര നേട്ടത്തിൽ നിന്നാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പിറവി. സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രവിഹിതത്തിലെ വെട്ടിക്കുറവും മൂലം പതുക്കെയായിരുന്നു പ്രയാണം. 1-2 വർഷം കഴിഞ്ഞ് 3ാം വർഷത്തിൽ നവകേരള സദസ്സും കേരളീയം പരിപാടിയും സംഘടിപ്പിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ കുടിശ്ശികയായതോടെ തിരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുൻഗണനാക്രമം പുതുക്കി നിശ്ചയിച്ച് സർക്കാർ മുന്നോട്ട് നീങ്ങി. എന്നാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. പുനരധിവാസമെന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിനിടയിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാക്കാനായതാണ് 4ാം വർഷത്തിലെ സർക്കാരിൻ്റെ പ്രധാന നേട്ടം. കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെയുള്ള ദേശീയപാതയുടെ വികസനം, അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള നടപടികൾ, വ്യവസായ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള ആഗോള സംഗമം എന്നിവയാണ് സർക്കാരിന് അവകാശപ്പെടാവുന്ന മറ്റു നേട്ടങ്ങൾ. എന്നാൽ മലയോര ജനതയുടെ ജീവനെ ഭീഷണി ഉയർത്തുന്ന വന്യജീവി ആക്രമണമാണ് സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. വന്യജീവി ആക്രമണത്തിൽ ദിവസേന എന്നോണം മനുഷ്യർ കൊല്ലപ്പെടുമ്പോഴും സർക്കാരിന് ഒന്നും ചെയ്യാനാവുന്നില്ല. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും കോടികൾ ചെലവിട്ടുള്ള വാർഷികാഘോഷമടക്കമുള്ള ധൂർത്തും ലക്ഷങ്ങൾ ചെലവിട്ട് സ്വന്തക്കാർക്ക് വേണ്ടി നടത്തുന്ന നിയമനങ്ങളും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത്, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, ലഹരി വ്യാപനം, പോലീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ തുടങ്ങിയവയാണ് സർക്കാരിനെതിരെ ഉയരുന്ന മറ്റ് വിമർശനങ്ങൾ. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പദമൂന്നുന്ന സർക്കാർ കൂടുതൽ ജനകീയമാകാനുള്ള ഇടപെടലുകൾ നടത്തിയേക്കും. 24 തിരുവനന്തപുരം.